ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഡംഭാതിദോഷമുടനിട്ടും കളഞ്ഞ് ഹൃദി മുൻപേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പം കളഞ്ഞ് നിലയാറും കടപ്പതിന് തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ സത്യത്തെ എപ്രകാരം അറിയാം? അതിന് വഴി തേടുകയാണ് ഈ പദ്യം. മനുഷ്യർ അഷ്ടരാഗങ്ങൾക്ക് അടിമകളാണ്. മതം, മാത്സര്യം, രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയാണ് അവ. സ്വയം മഹത്വവൽക്കരിക്കലാണ് മതം അഥവാ ദംഭം. മാത്സര്യം എന്നത് മറ്റുള്ളവരോടുള്ള മത്സരബുദ്ധിയാണ്. ചില വ്യക്തികൾ, വസ്തുക്കൾ എന്നിവയോടുള്ള താല്പര്യമാണ് രാഗം. ദ്വേഷം ഇഷ്ടമില്ലാത്തവർക്ക് തിന്മ വരണമെന്ന ആഗ്രഹമാണ്. കാമം ലൗകിക സുഖങ്ങളിലുള്ള ആസക്തിയാണ്. ക്രോധമാകട്ടെ കാമത്തിന് വിപരീതമായത് സംഭവിക്കുമ്പോഴുള്ള ബുദ്ധിക്ഷോഭമാണ്. നേടിയതൊന്നും നഷ്ടമാകരുതെന്ന ചിന്തയാണ് ലോഭം. ഹിതമേത് അഹിതമേത് എന്ന് മനസ്സിലാകാതെയുള്ള പ്രവർത്തനമാണ് മോഹം. ഡംഭാതിദോഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവയെയാണ്. ഇവയെല്ലാം ഒഴിയുമ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത്. എല്ലാത്തിലും ഈശ്വരീയത ദർശിച്ചു മാത്രമേ നമുക്ക് ഹൃദയശുദ്ധി വരുത്താനാകൂ. ശുദ്ധമായ ചിത്തത്തോടെ ധ്യാനത്തിനിരിക്കുക, അതാണ് നിജാസനം ഉറപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമുള്ള ആസനം തിരഞ്ഞെടുക്കാം. അങ്ങനെ ധ്യാനം നന്നായി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏകനാഡിയുടെ കമ്പം ഇല്ലാതാകും. സുഷ്മനയാണ് ഈ ഏകനാഡി. ധ്യാനം ഉറയ്ക്കുന്നതോടെ പലവിധ ചപലതകളും ഇല്ലാതാകും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി ഉണരും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആധാര ചക്രങ്ങളെ ഭേദിച്ച് ആ ശക്തി സഹസ്രാര പത്മത്തിൽ എത്തും. ഈ 6 ആധാരങ്ങളെ കടക്കുന്ന പ്രക്രിയയാണ് നിലയാറും കടക്കുക എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴാണ് സാധകന് സത്യസാക്ഷാത്കാരം സാധ്യമാകുന്നത്. എന്നാൽ സത്യാന്വേഷിക്ക് പാതയിൽ പലവിധ ക്ലേശങ്ങളും സഹിക്കേണ്ടതായി വരും. വിഭ്രാന്തികൾ, പ്രലോഭനങ്ങൾ, വ്യതിചലനങ്ങൾ, അങ്ങനെ പലതും. എഴുത്തച്ഛൻ്റെ പ്രാർത്ഥന ഈ തുമ്പങ്ങൾ നീക്കി അനുഗ്രഹിക്കണം എന്നാണ്. ഹരിനാരായണന്റെ വരപ്രസാദം ഈ യത്നത്തിൽ കൂടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം അർത്ഥിക്കുന്നു.